ഇന്ത്യ ഇനി ആര് ഭരിക്കും എന്ന് നിർണയിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള 8 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്ന വർഷമാണ് 2024. 2 മാസങ്ങളിലായി 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. 2024 മാർച്ച് 16-നാണ് പൊതു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത്. 2024 ജൂൺ 4-നാണ് ഫലം പ്രഖ്യാപിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പാർട്ടിയെ നയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിനെ നയിച്ചത്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. 543 അംഗ ലോക്സഭയിൽ അധികാരം നിലനിർത്താൻ 272 സീറ്റാണ് വേണ്ടത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 240 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ NDA 293 സീറ്റുകൾ നേടി. കോൺഗ്രസിന് 99 സീറ്റും ഇന്ത്യ സഖ്യത്തിന് 240 സീറ്റും നേടാനായി. ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും രണ്ടാമതും അധികാരം നിലനിർത്താൻ BJPക്കും നരേന്ദ്രമോദിക്കും കഴിഞ്ഞു. മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് മാറിയതോടെ കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2024 മെയ് 13-നാണ് നടന്നത്. ജൂൺ 4-ന് ഫലം പുറത്തു വന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിന് നേരിട്ട തെലുങ്കുദേശം പാർട്ടി മത്സരിച്ച 144 സീറ്റുകളിൽ 133 എണ്ണവും സ്വന്തമാക്കി. 175 സീറ്റുകളിലുള്ള നിയമസഭയിൽ NDA സഖ്യത്തിന് 164 സീറ്റുകളാണ് ലഭിച്ചത്. മിന്നുന്ന വിജയത്തോടെ TDP നേതാവ് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി. YSR കോൺഗ്രസ് 11 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിനും CPIക്കും CPMനും ഒരിടത്തും വിജയിക്കാനായില്ല. അരുണാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. അരുണാചൽ പ്രദേശ് 11ാം നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ BJP വിജയം സ്വന്തമാക്കി. 2024 ഏപ്രിൽ 19-ന് 60 അംഗ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 60-ൽ 46 സീറ്റുകളും BJP സ്വന്തമാക്കി. പേമ ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയുമേറ്റു. 17ാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം സ്വന്തമാക്കി BJP ഒഡീഷയിൽ അധികാരത്തിലേറി. 147 അംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2024 മെയ് 13 മുതൽ ജൂൺ 1 വരെ നടന്നു. ജൂൺ 4-ന് ഫലപ്രഖ്യാപനം നടന്നു. 78 സീറ്റുകൾ നേടി BJP ഭൂരിപക്ഷം നേടി. മോഹൻ ചരൺ മാജി മുഖ്യമന്ത്രിയായി. തിരഞ്ഞെടുപ്പിൽ BJD 51 സീറ്റുകൾ നേടി. 2024 ഏപ്രിൽ 19-ന് 11ാം സിക്കിം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റുകൾ നേടി അധികാരത്തിലെത്തി. പ്രേം സിംഗ് തമാങ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. മുൻ മുഖ്യമന്ത്രി പവൻ കുമാർ ചാംലിംഗിന്റെ നേതൃത്വത്തിലുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 1 സീറ്റ് മാത്രമേ വിജയിക്കാനായുള്ളൂ. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18 മുതൽ 2024 ഒക്ടോബർ 1 വരെ നീണ്ടുനിന്നു. ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും CPMും അടങ്ങുന്ന പ്രതിപക്ഷ കൂട്ടായ്മ 90-ൽ 49 സീറ്റ് നേടിയതോടെ ഒമർ അബ്ദുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി. 42 സീറ്റുകൾ നേടി നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. BJP 29 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസിന് 6 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. CPMന് 1 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. 2024 ഒക്ടോബർ 5-നാണ് 90 അംഗ ഹരിയാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. BJP 48 സീറ്റുകളോടെ ഭൂരിപക്ഷം നേടിയപ്പോൾ കോൺഗ്രസിന് 37 സീറ്റുകളിൽ ഒതുങ്ങി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3ാം തവണയും BJP ജയിച്ചതോടെ നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായി. 2024 നവംബർ 13 മുതൽ 20 വരെയാണ് 3 ഘട്ടങ്ങളിലായി ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. 81 അംഗ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മഹാഗത് ബന്ധന്റെ പ്രതിപക്ഷ സഖ്യം 56 സീറ്റുകൾ നേടി. ജാർഖണ്ഡ് മുക്തി മോർച്ച 34 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കോൺഗ്രസ് 16, RJD 4 സീറ്റുകൾ നേടി. CPML 2ഉം BJP 21 സീറ്റുകൾ നേടി. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ്. 288 അംഗ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 2024 നവംബർ 20-നാണ് നടന്നത്. ഭരണകക്ഷിയായ മഹായുതി 235 സീറ്റുകളോടെ വിജയം നേടി. BJP 132 സീറ്റുകൾ നേടിയപ്പോൾ ശിവസേനയ്ക്ക് 57 സീറ്റുകളും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് 41 സീറ്റുകളും സ്വന്തമാക്കി. ഇതോടെ BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി.
ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി. മഹാവികാസ് അഘാഡിയുടെ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന 20, കോൺഗ്രസ് 16, ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 10 സീറ്റുകൾ നേടി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 സീറ്റിലും രാഹുൽ ഗാന്ധി വൻ വിജയമാണ് നേടിയത്. വയനാട്ടിലും റായ്ബറേലിയിലും 3.5 ലക്ഷത്തിലധികം വോട്ടിനാണ് രാഹുൽ വിജയിച്ചു കയറിയത്. 2 സീറ്റിലും വിജയിച്ചതോടെ വയനാടിനെ രാഹുൽ കൈവിട്ടതോടെയാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പുണ്ടായത്. തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി 6 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചു. CPM നേതാവും മന്ത്രിയുമായിരുന്ന K രാധാകൃഷ്ണൻ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ചേലക്കരയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. CPM സ്ഥാനാർത്ഥിയായ U പ്രദീപ് 6 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 5 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് നേടാനായത്. BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന് 3 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് നേടാനായത്. കോൺഗ്രസ് നേതാവും പാലക്കാട് MLAയുമായിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിൽ 5 ലക്ഷത്തിലധികം വോട്ടുകൾ സ്വന്തമാക്കി. തിരഞ്ഞെടുപ്പിൽ BJP ഇടത് സ്ഥാനാർത്ഥികൾക്ക് 3 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.